dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉള്ളിയൊന്നും വഴറ്റാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. സവാളയൊക്കെ വഴറ്റിയിട്ട് കുറേ സമയമൊക്കെ എടുക്കും നമ്മൾ മുട്ടക്കറി ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത്രയൊന്നും സമയം വേണ്ട, വെറും 5 മിനിറ്റിൽ താഴെ സമയം മതി ഈ ഒരു മുട്ടക്കറി റെഡിയാക്കി എടുക്കാനായിട്ട്. പക്ഷെ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് സവാളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കൂടുതലായിട്ട് വേണമെങ്കിൽ അതനുസരിച്ച് എടുക്കുക. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2 വെളുത്തുള്ളിയും ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് അനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുത്താൽ മതി. നന്നായിട്ട് കഴുകിയിട്ട് ഇതേപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളി എടുക്കുന്നുണ്ട്. അപ്പോൾ പുളി കൂടുതലായിട്ട് വേണ്ടെങ്കിൽ ഒരു പകുതി തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. ഇത് അത്ര പുളിയില്ലാത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. കുക്കറിലേക്ക് നേരിട്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരുപാടായി പോകണ്ട, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം വെള്ളം ചേർത്താൽ മതി. അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ കേൾക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരുപാട് വേവേണ്ട ആവശ്യമില്ല, ഒറ്റ വിസിൽ കേട്ടാൽ മതി. അപ്പോൾ വിസിൽ വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ തുറന്നിട്ടുണ്ട്. സവാളയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ട് കുറച്ച് കടുകും വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട്. ആ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഫ്ലെയിം ഒന്ന് ചട്ടി ചൂടായി കിടക്കുന്നത് കൊണ്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഈ മസാല എല്ലാം നന്നായിട്ട് വഴറ്റിയിട്ട് വേണം ഇതിലേക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഈ ഉള്ളി വേവിച്ചതും ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് ആ ഉള്ളിയിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ ഉള്ളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇട്ട് വഴറ്റുമ്പോൾ ഒന്നുകൂടി അങ്ങ് ഉടഞ്ഞു വന്നോളും. മസാലയുടെ പച്ചമണമൊക്കെ പോയി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ചേർക്കരുത്, നല്ല ചൂടുള്ള വെള്ളം. ഗ്രേവി എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അപ്പോഴത്തേക്കും മുട്ടക്കറി റെഡിയാവും. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുട്ട വേവിച്ചതും ചേർത്ത് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ മുട്ടക്കറി വേഗത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ഉള്ളി വഴറ്റിയിട്ടൊന്നും സമയം കളയണ്ട, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ്. ടേസ്റ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറും 5 മിനിറ്റിൽ താഴെ സമയം മതി ഇത് ചെയ്തെടുക്കാനായിട്ട്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക്